ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്. അതിലെ 5ാമത്തെ യൂണിറ്റായ റൂറൽ വൈബ്സ്. റൂറൽ വൈബ്സിൻ്റെ ദി ഫാർമർ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ. ദ ഫാമർ ആണ്. അപ്പം ആദ്യം നമുക്ക് തന്നിരിക്കുന്നു ഒന്ന് വായിക്കാം. വി ഓൾ അഡ്മയർ ഹീറോസ്. ഹൂസ് യുവർ ഹീറോസ്? ആരാണ് നിങ്ങളുടെ ഹീറോ? ഹിയർ ഇസ് എ പോയം സെലിബ്രേറ്റിംഗ് ദ അൺസങ് ഹീറോസ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ദ ഫാമർ, അപ്പോൾ ഇവിടെ ഫാമർ ആണ് ആ ഹീറോ കേട്ടോ. നമുക്ക് ആദ്യം പോയൊന്ന് വായിക്കാം, ശേഷം ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം കേട്ടോ. The king may rule over land and sea. The lord may live right royally. The soldier rides in pomp and pride. The sailor roams over ocean wide. But this or that, whatever befall, the farmer he must feed them all. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ പറയണത്? The king may rule over land and sea. രാജാവ് കരയിലും കടലിലും ഭരിക്കും അല്ലെ, രാജാവാണ് കിങ്. അതുപോലെ തന്നെ ദ ലോർഡ് മേ ലീവ് റൈറ്റ് റോയലി. ലോർഡ് ആരാണ്? പ്രഭു അല്ലേ. പ്രഭുവിന് രാജകീയമായിട്ട് ജീവിക്കാം. സോൾജർ ആണെങ്കിലോ ദ സോൾജർ റൈഡ്സ് ഇൻ പോംപ് ആൻഡ് പ്രൈഡ്. സോൾജർ ആണെങ്കിലോ ആഡംബരത്തോടെ അഭിമാനത്തോടെ ഒരു പട്ടാളക്കാരന് എന്ത് ചെയ്യാം? സഞ്ചരിക്കാം. ദ സെയിലർ റോംസ് ഓവർ ഓഷ്യൻസ് വൈഡ്. ഒരു സെയിലർ ആണെങ്കിലോ ഒരു നാവികൻ എന്ത് ചെയ്യാം? അഭിമാനത്തോടെ, അല്ലെങ്കിൽ നാവികന് റോം ചെയ്യാം, സമുദ്രം ചുറ്റാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ട് എവർ ബിഫോൾ ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. പക്ഷേ അതോ ഇതോ എന്ത് സംഭവിച്ചാലും കർഷകർ എന്ത് ചെയ്യണം? നമ്മളെ എല്ലാം പോറ്റണത് ആരാണ്? ഫീഡ് ചെയ്യണത് ആരാണ്? കർഷകനാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവരെയും ഫീഡ് ചെയ്യുന്നത് ഫാമറാണ്. ദ റൈറ്റർ തിങ്സ്, ദ പോയറ്റ് സിങ്സ്, ദ ക്രാഫ്റ്റ്സ്മാൻ ഫാഷൻ വണ്ടറസ് തിങ്സ്. എന്താണ് ഇവിടെ എഴുത്തുകാരൻ ചിന്തിക്കുന്നത്? എന്താണ്? ദ പോയറ്റ് സിങ്സ്, കവി പാടുന്നു. നമ്മുടെ ക്രാഫ്റ്റ്സ്മാൻ ഫാഷൻ വണ്ടറസ് തിങ്സ്, കരകൗശലം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ക്രാഫ്റ്റ്സ്മാൻ, അവർ അത്ഭുതകരമായ കാര്യങ്ങൾ അവർ ഉണ്ടാക്കുന്നു, സൃഷ്ടിക്കുന്നു അല്ലേ. അതേപോലെ ഡോക്ടർ ആണെങ്കിൽ ഹീൽസ്, ഡോക്ടർമാർ നമ്മളെ സുഖപ്പെടുത്തുന്നു അസുഖങ്ങളിൽ നിന്ന്. ലോയർ ആണെങ്കിൽ ലോയർ പ്ലീഡ്സ്, അഭിഭാഷകനാണെങ്കിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നു, കേസുകളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നു. ദ മൈനർ ഫോളോസ് ദ പ്രഷ്യസ് ലീഡ്സ്. അതുപോലെ തന്നെ ഗനികളിൽ ഉണ്ടാവുന്ന അവരെയാണ് മൈനർ എന്ന് പറയാം കേട്ടോ. അവരോ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ തേടിയിട്ട് അവർ അതിനെ പിന്തുടർന്ന് പോകുന്നു. ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ട് എവർ ബിഫോൾ ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. പക്ഷേ എന്ത് തന്നെ ആയാലും ഫാമർ എന്ത് ചെയ്യുന്നു? നമ്മളെ പോറ്റുന്നു, നമ്മളെ ഫീഡ് ചെയ്യുന്നു. ദ മെർച്ചന്റ്, അടുത്ത വരുന്നത് ദ മെർച്ചന്റ് ഹി മേ ബൈ ആൻഡ് സെൽ. അതായത് വ്യാപാരി വാങ്ങാനും വിൽക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ ടീച്ചർ ഡസ് ഹിസ് ഡ്യൂട്ടി വെൽ. അധ്യാപകർ തൻ്റെ കടമ കറക്റ്റായിട്ട് ചെയ്യുന്നു. ബട്ട് മെൻ മേ ടോയിൽ ത്രൂ ബിസി ഡേയ്സ് ഓർ മെൻ മേ സ്ട്രോൾ ത്രൂ പ്ലസന്റ് വേയ്സ്. അപ്പം എന്താ പറയുന്നത്? തിരക്കേറിയ ദിവസങ്ങൾ മനുഷ്യർക്ക് അധ്വാനിക്കാം, മനുഷ്യർക്ക് സുഖകരമായ വഴികളിലൂടെ നടക്കാം, അതൊക്കെ ചെയ്യാം. ഫ്രം കിങ് ടു ബെഗർ, രാജാവിൽ നിന്ന് ബെഗറിലേക്ക്, ഒരു ബെഗർ ഭിക്ഷക്കാരൻ വരെ. വാട്ട്സ് എവർ ബിഫോൾ ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. എന്ത് തന്നെ സംഭവിച്ചാലും കർഷകൻ അവരെ എല്ലാം പോറ്റുന്നു. ഫാമേഴ്സ് ട്രേഡ് ഈസ് വൺ ഓഫ് വർത്ത്. ഫാമറിന്റെ വ്യാപാരം വളരെ മൂല്യമുള്ളതാണ്. ഹീസ് ദ പാർട്ട്ണർ വിത്ത് ദ സ്കൈ ആൻഡ് എർത്ത്. അവൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും പങ്കാളിയാണ്. ഹീസ് പാർട്ട്ണർ വിത്ത് ദ സൺ ആൻഡ് റെയിൻ. പിന്നെയോ മഴയുടെയും സൂര്യന്റെയും പങ്കാളിയാണ്, പാർട്ട്ണറാണ്. ആൻഡ് നോ മാൻ ലോസസ് ഫോർ ഹിസ് ഗെയിൻ. പിന്നെയോ ആരും തന്റെ നേട്ടത്തിനായിട്ട് ഇവിടെ നഷ്ടപ്പെടുന്നില്ല. ആൻഡ് മെൻ മേ റൈസ് ഓർ മെൻ മേ ഫോൾ. മനുഷ്യൻ ഉയർന്നാലും താഴ്ന്നാലും
farmer, but the farmer he must feed them all. പക്ഷെ ഒരു കർഷകൻ അവരെല്ലാവരെയും പോറ്റണം. ഇതാണ് ഈ പോയം വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇനി ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാം. Pick out the line that describes the role of a king. ഒരു രാജാവിന്റെ റോൾ. The king may rule over land and sea. The farmer is superior to this king. Do you agree? Explain. ഫാമർ സുപ്പീരിയർ ആണ്, കിങ്ങിനേക്കാൾ മുകളിലാണെന്ന് പറയുന്നു. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? The farmer is essential because he provides the food that sustains everyone, including the king. Without farmers, society would struggle to survive. Therefore, the farmer is superior to the king. Where does the sailor go? The sailor roams over oceans wide. Pick out the word from the poem for the person who buys and sells. Merchant. Do you think farming is a noble profession? Explain. അതിൻ്റെ ആൻസർ ആണ് യെസ്, ഫാമിംഗ് ഈസ് എ നോബിൾ പ്രൊഫഷൻ. ഫാമേഴ്സ് പ്രൊവൈഡ് ദ എസെൻഷ്യൽ ഫുഡ് ദാറ്റ് സസ്റ്റെയിൻസ് എവ്രി വൺ ആൻഡ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ വെൽ-ബീയിങ് ഓഫ് സൊസൈറ്റി. ദെയർ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ എൻഷുർ അസ് ഫ്രഷ് ആൻഡ് ഹെൽത്തി ഫുഡ്. ഇനി നമുക്കതിൽ ആക്ടിവിറ്റി 1 ആണ്. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. നമുക്ക് പോയട്രിയിൽ നിന്നുള്ള 6 വരികൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇതിലെ റൈമിംഗ് വേർഡുകൾ ദാ സിങ്സ്, തിങ്സ്, പ്ലീഡ്, ലീഡ്, ബിഫോൾ, ഓൾ. ഇതാണ് റൈമിംഗ് വേർഡ്. ഇതെടുത്ത് എഴുതിയാൽ മതി. സിങ്സ്, തിങ്സ്, പ്ലീഡ്സ്, ലീഡ്സ്, ഫോൾ, ഓൾ. Okay. In the poem, the farmer, a line is repeated at the end of each stanza. Find the recurring line. Farmer, he must feed them all ആണ് recurring line. Activity 2. There are several people who perform various duties. Let's find some of them. A person who designs buildings and houses, architect. A person who prepares food in a restaurant, chef. A person who treats patients, doctor. A person whose job is to prevent fire accidents, fireman. A person who teaches students in a school, teacher. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 3 എന്താ? ലെറ്റ്സ് വിഷ്വലൈസ് ദ പോയം ഫാമർ. പ്രിപ്പയർ എ കൊറിയോഗ്രഫി സ്ക്രിപ്റ്റ് ബേസ്ഡ് ഓൺ ദ സ്റ്റാൻസസ്. നമുക്കൊരു കൊറിയോഗ്രഫി സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. മൈ കൊറിയോഗ്രഫി സ്ക്രിപ്റ്റ്. ടൈറ്റിൽ ഓഫ് ദ പോയം ആദ്യം എഴുതുക. ദ ഫാമേഴ്സ് റൂൾ. Theme of the poem, the essential role of the farmer in society. Locations, palace, ground, board on a ship, farm. Characters, king, lord, soldier, sailor, writer, poet, craftsman, doctor, lawyer, miner, merchant, teacher, farmer. Properties എന്തൊക്കെ വേണം? crown, plow, ഷിപ്പ്, ബുക്സ്, ടൂൾസ്, മെഡിക്കൽ കിറ്റ്, ലീഗൽ ഡോക്യുമെന്റ്സ്, മൈനിങ് ടൂൾസ്. അവിടെ നടക്കുന്ന ഇവന്റ്സ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. ദ കിങ് എൻറ്റേഴ്സ് ആൻഡ് വാച്ചസ് ഹിസ് സബ്ജക്ട്സ്. സോൾജേഴ്സ് മാർച്ച് ആൻഡ് സല്യൂട്ട് എവറി വൺ. സെയിലർ വർക്ക്സ് ഓൺ ബോർഡ് ദ ഷിപ്സ്. ദ ഫാമർ വർക്ക്സ് ഇൻ ഹിസ് ഫീൽഡ് ആൻഡ് പ്രൊവൈഡ്സ് ഫുഡ് ഫോർ ഓൾ. നൗ പെർഫോം ദ കൊറിയോഗ്രഫി ഇൻ യുവർ ക്ലാസ്. ഇനി നിങ്ങളിത് കൊറിയോഗ്രാഫി ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇതുപോലെ ഇവന്റ് ആക്കി കൊടുക്കുക കേട്ടോ. ആദ്യത്തെ ഇവന്റ് സീൻ 1 എവിടെ നടക്കുന്നത്? പാലസ്, കൊട്ടാരത്തിലാണ്. അപ്പൊ രാജാവ് വരുന്നു, എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുന്നു. കിങ് പറയാണ്, ആദ്യം കിങ് സ്റ്റാൻഡിങ് ഓൺ എ റേസ്ഡ് പ്ലാറ്റ്ഫോം, ഒരു ഉയർന്ന സ്റ്റേജ് പോലുള്ള അവിടെ കയറി നിൽക്കുക, കിങ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആള്. എന്നിട്ട് പറയുകയാണ്, ഐ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ ബട്ട് ഹൂ സസ്റ്റെയിൻസ് us all. സീൻ 2 ലോർഡിന്റെ റെസിഡൻസ്. ലോർഡ് ലിവ്സ് റൈറ്റ് റോയലി. Lord, enjoying a luxurious lifestyle. I live in comfort and well, but who provides for my table? Scene 3 soldier parade ആണ്. Soldiers march and salute everyone. Soldiers marching in formation. We protect the land, but who feeds our strength? Event 2. Scene 4 ship ആണ്. Sailor works on board the ship. Sailor navigating and working on the ship. I roam the oceans wide, but who fills my provisions? Event 3. Scene 5. The writer and poet ആണ്. The writer thinks and poet sings. Writer write ചെയ്തുകൊണ്ട് പറയുന്നു, I craft words and ideas, but who nourishes my mind? Poet reciting verses, I sing of beauty and life, but who sustains my song? Scene 6. Craftsman ആണ്. Craftsman fashion wondrous things. Craftsman creating various items. അപ്പോൾ പറയുന്നു, we build and create, but who provides our energy? Scene 7. Doctor and lawyer. The doctor heals and lawyer pleads. Doctor treating a patient പറയുന്നു, I heal the sick, but who keeps me strong? Lawyer arguing a case, I plead for justice, but who sustains my cause? Scene 8. Miner ആണ്. Miner follows precious leads.
Minor, digging and searching for valuable minerals. I seek treasures below, but who provides my strength? Scene 9, merchant ആണ്. Merchant buys and sells. Merchant trading goods. I buy and sell, but who supplies my wares? Scene 10, the teacher. Teacher instructing students. I educate the young, but who nourishes their minds? Event 4, scene 11, farm ആണ്. Farmer works in his field and provides food for all. Farmer plowing the field, planting seeds and harvesting crops. I am the farmer and I feed them all. From king to beggar, my toil sustains every life. Conclusion, all characters gather around the farmer. King, without you we cannot thrive. Lord, your work is noble and essential. Soldier, you give us strength. Sailor, you fill our provisions. Writer, you nourish our minds. Poet, you sustain our song. Craftsman, you provide our energy. Doctor, you keep us strong. Lawyer, you sustain our cause. Miner, you provide our strength. Merchant, you supply our wares. Teacher, you nourish your mind. You nourish young minds. All characters bow to the farmer in gratitude. എല്ലാവരും ഇങ്ങനെ അയാളെ താഴ്ന്നുകൊണ്ട് വണങ്ങുന്നു, നന്ദി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇവൻ്റായിട്ട് പെർഫോം ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണ് ക്ലാസ്സിൽ പെർഫോം ചെയ്യേണ്ടതെന്നാണ് ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ആക്ടിവിറ്റി 4, പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ഫോർ എൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ആ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നേച്ചർ ക്ലബ്ബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ്സ് ടു ഇൻ്റർവ്യൂ ദ ഫാമർ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് ഒരു കർഷകനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. ആദ്യ ചോദ്യം, വാട്ട് ഇൻസ്പയർഡ് യു ടു ചൂസ് ഫാമിംഗ് ആസ് യുവർ പ്രൊഫഷൻ? നിങ്ങളുടെ ജോലിയായിട്ട് ഫാമിംഗ് തിരഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രചോദിപ്പിച്ചത് എന്താണ്? അടുത്തത്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ യു യൂസ് ഓൺ യുവർ ഫാം? നിങ്ങളുടെ ഫാമിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? വിച്ച് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഡു യു ഫൈൻഡ് മോസ്റ്റ് റിവാർഡിംഗ് ടു കൾട്ടിവേറ്റ്? ഏത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് ഏറ്റവും കൾട്ടിവേറ്റ് ചെയ്യാൻ ഈസി ആയത്? ഹൗ ഡസ് യുവർ ഫാമിലി സപ്പോർട്ട് യു ഇൻ മാനേജിങ് യുവർ ഡെയിലി ഫാമിംഗ് ആക്ടിവിറ്റീസ്? നിങ്ങളുടെ കർഷക തൊഴിലിൽ നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? 5, ഹൗ ഡു യു മാനേജ് ടു അച്ചീവ് എ ഗുഡ് ഈൽഡ് എവറി ഇയർ? എല്ലാ വർഷവും നല്ല വിളവ് കിട്ടാൻ നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്? ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.